10 ലക്ഷം രൂപയും ഓഫീസ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാനും പറ്റുള്ളൂ, ധീരുഭായ് അംബാനി ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഈ 10 ലക്ഷം രൂപയും ഓഫീസ് സ്പേസ് ഒന്നും ഇല്ലാതെ ധീരുഭായ് അംബാനിയുടെ ഏറ്റവും വലിയ ഫാൻ കേരളത്തിൽ നിന്നായിരുന്നു മാത്യു ജോസഫ് സാർ ബിൽഡ് ചെയ്തൊരു എംപയറാണ് ഇന്ന് ഇന്ത്യയിൽ UAE ദി ബിഗ്ഗസ്റ്റ് ഫ്രഷ് മീറ്റ് സെല്ല് ചെയ്യുന്ന മാർക്കറ്റ് സ്പേസ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഐ എം ടോക്കിംഗ് അബൌട്ട് ഫ്രഷ് ടു ഹോം. പക്ഷേ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായിരുന്നല്ല ഫ്രഷ് ടു ഹോം. കാരണം നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് മാനായിട്ടുള്ള ജോസഫ് സാർ എങ്ങനെ ഇത്രയും വലിയൊരു എംപയർ ബിൽഡ് ചെയ്തു അത് ഞാൻ പറഞ്ഞുതരാം. കാരണം സാറ് ആദ്യം ഒരു 11 വർഷത്തോളം ഒരു സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് അവിടുത്തെ അസിസ്റ്റന്റ് പർച്ചേസ് മാനേജറായി. എന്തുകൊണ്ട്? ഫിഷിനോടുള്ള ഇഷ്ടം കൊണ്ട്. അങ്ങനെ സാറിന് എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ബിസിനസ്സുകാരനാവണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം തന്നെ. പുള്ളി അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് 10,000 രൂപ വെച്ചിട്ടാണ് സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഫ്രഷ് ടു ഹോം ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്, അത് ഒരു സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനി ആയിട്ടായിരുന്നു പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ റിസഷൻ ആണ് എല്ലാം മാറ്റിമറിച്ചത്. റിസഷൻ വന്നപ്പോൾ എന്ത് പറ്റി? ഇവിടുന്ന് വലിയ വിലയ്ക്ക് എടുത്ത് അങ്ങോട്ട് അയക്കുമ്പോൾ വില കുറയും. സാറിൻ്റെ വൈഫാണ് സാറിനോട് പറഞ്ഞത്, എന്തിനാണ് നമ്മൾ വലിയ വിലയ്ക്ക് എടുത്ത് ചെറിയ വിലയ്ക്ക് കയറ്റി അയക്കുന്നത്, ഇവിടെ തന്നെ പറ്റൂടെ? സാർ അപ്പോഴും ഒരു ബിസിനസ് പോസിബിലിറ്റി ഐഡന്റിഫൈ ചെയ്ത് 97% ഫിഷിൻ്റെ അല്ലെങ്കിൽ ഫിഷ് മീറ്റിൻ്റെ പർച്ചേസ് ഇന്ത്യയിൽ നടക്കുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഫിഷും മീറ്റൊക്കെ നേരിട്ട് പോയി കണ്ട് വാങ്ങണം. പക്ഷെ നമ്മൾ വാങ്ങുന്നത് എന്താ? ഫോർമാലിനിട്ട മീനാ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഉള്ള മീറ്റാ. പക്ഷെ സാറിന് ഈ ഫോർമാലിനൊന്നും താല്പര്യം. സാറിന് തന്നെ അതിൻ്റെ റെമഡി പറയുന്നുണ്ട്. 0 to 4 ഡിഗ്രിയിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് വരില്ല. എന്ത്? ഫ്രഷ് ആയിട്ട് തന്നെ സാധനം എത്തും. അപ്പോൾ സാർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതിന് സാറിന് ആദ്യം വേണ്ടിയിരുന്നത് ഒരു വെബ്സൈറ്റാണ്. 2009-12 ടൈമിലാണ് അങ്ങനെ ഒരു വെബ്സൈറ്റ് സാർ ബിൽഡ് ചെയ്തു. അതിലൂടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് മെയിനായിട്ട് സാറിൻ്റെ സെയിൽസ് നടന്നുകൊണ്ടിരുന്നത്. 3 മാസം സാർ ഇത് തുടങ്ങി. സാറിന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത് ഫോബ്സ് മാഗസിനാണ്. ഫോബ്സ് മാഗസിൻ വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴാണ് സാർ തന്നെ ഒരു കാര്യം അറിയുന്നത്. ഇന്ത്യയിലല്ല, എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ ഫസ്റ്റ് ഓൺലൈൻ മീറ്റാണ്. ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ഫിഷ് വിൽക്കുന്ന ഒരാൾ സാറാണ്. ഫസ്റ്റ് ഇന്ത്യനാണ് സാറ്. അതുകൊണ്ടാണ് ഫോബ്സ് മാഗസിൻ വന്നത്. പക്ഷേ ഇത് മനോരമ അങ്ങനത്തെ റീജിയണൽ പേപ്പേഴ്സ് കൂടെ ഏറ്റെടുത്തപ്പോൾ എന്ത് പറ്റി എന്ന് വെച്ചാൽ, ഇത് സാറൊന്ന് ഫേമസ് ആയി. 3 മണിക്കൂറിനുള്ളിൽ സാറിൻ്റെ വെബ്സൈറ്റ് ക്രാഷായി. കാരണം 1000-ഓളം ആൾക്കാരാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. കാരണം അതുവരെ മൗത്ത് പബ്ലിസിറ്റിയിലുള്ള ഒരു നോർമൽ ഓഡിയൻസ് മാത്രമായിരുന്നു വെബ്സൈറ്റിലേക്കുള്ള ട്രാക്ഷൻ അടിച്ച വെബ്സൈറ്റ് ക്രാഷായി. സാറിന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, ഞാനൊന്ന് ഫേമസ് ആയി 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ കച്ചവടം പൂട്ടി എന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാറിനൊരു ടെക് സാധനം ഇതിലേക്ക് വേണമായിരുന്നു, ഒരു ടെക് റിലേറ്റഡ് സാധനം. അങ്ങനെയാണ് സാറിനൊരു കോൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. ഷാൻ കടവിലായിരുന്നു വിളിച്ചത്. ഷാൻ വിളിച്ചിട്ട് സാറിനോട് ചോദിച്ചത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് ഫിഷ് കിട്ടുന്നില്ല? അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ സംഭവം, ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ സാർ ബാംഗ്ലൂർ പോയി കണ്ടപ്പോഴാണ്, അതിനുമുമ്പ് സാറിന് ഷാനിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ സാറിന് മനസ്സിലായി ഷാൻ ഒരു ചെറിയ ആളല്ല. കാരണം ഒരു ഓൺലൈൻ ഗെയിമിൻ്റെ ഏറ്റവും CEO ആയിരുന്നു ഷാൻ. സോ ഇത് സാർ അങ്ങനെ അവിടെ പോയി കണ്ടു. അവർ ഡിസ്കഷനിലാണ് ഇന്ന് ഉള്ള 7 co-founders ഫ്രഷ് ടു ഹോമിലേക്ക് വരുന്നത്. ചില ഫ്രഷ് ക്രീം. അപ്പോൾ ഇങ്ങനെ ആദ്യം സാർ വെബ്സൈറ്റ് തുടങ്ങിയത് സീ ടു ഹോം ആയിരുന്നു. ഈ co-founders വന്നതിന് ശേഷമാണ് ഫ്രഷ് ടു ഹോം ആയിട്ട് ഇത് കൺവേർട്ട് ആയത്. അങ്ങനെ ഇവരത് സ്റ്റാർട്ട് ചെയ്തു. ഫ്രഷ് ഹോമിൻ്റെ വളർച്ച പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല, ബൂമിങ് ലൈക്ക് എനിത്തിങ്. കാരണം സാർ പക്ഷെ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഇഷ്യൂ ഡിമോണിറ്റൈസേഷൻ സമയത്തായിരുന്നു. കാരണം അന്ന് ക്യാഷ്ലെസ് ആയിട്ട് സാധനം കിട്ടാൻ ആൾക്കാർക്ക് പുറത്തും പോകാനില്ല. അന്ന് സാർ എടുത്തൊരു ഡിസിഷനാണ്, നമുക്ക് കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കാം, ഇത് ക്യാഷ് അവർ പിന്നെ തരട്ടെ, പിന്നെ ക്യാഷ് ക്രെഡിറ്റിൽ കൊടുത്തു. സാർ അന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്സ് ഇല്ലാതെ സാർ കസ്റ്റമേഴ്സിനെ വിശ്വസിച്ചതുകൊണ്ട് അവരുടെ രജിസ്റ്റേർഡ് കസ്റ്റമർ ബേസ് 340,000 സ്കൈ റോക്കറ്റ് ചെയ്തത് 680,000 ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കസ്റ്റമറിന് വിശ്വസിച്ചു. കസ്റ്റമേഴ്സ് സാറിന് ആ സ്നേഹം തിരിച്ചു കൊടുത്തത് 98.9% സാറിന് ആ എമൗണ്ട് തിരിച്ചു കൊടുത്തു.
അത് സാർ എപ്പോഴും പറയും എന്താണ് കൊടുക്കുന്നത്. കാരണം ഇപ്പൊ ഷാൻ കടവിൽ പോലും സാറിന്റെ കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും ഇതിന്റെ റിട്ടേൺസ് ഉണ്ടാവും. സാറ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. പിന്നെ സാറിന് പല സ്ഥലത്തുനിന്ന് ഫണ്ട്സ് വന്നു. സാറിന് പല സ്ഥലത്തുനിന്ന് ഫണ്ട്സ് വന്നു. ഐ മീൻ ഇൻവെസ്റ്റ്മെന്റ്സ്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള ആൾക്കാർ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പോലെ വന്നു, ഫ്രഷ് ഹോമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഫ്രഷ് ഹോമിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ തുടങ്ങി. കാരണം ആദ്യം സീറ്റ് ഹോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രഷ് ഫിഷ് മാത്രമായിരുന്നു. പിന്നെ ആണ് ആക്ച്വലി ഇതിൻ്റെ ഫ്രഷ് ടു ഹോം ആയപ്പോഴാണ് ബാക്കിയുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. സോ ഇന്നത്തെ സ്റ്റോറി ഇതാണ്. കാരണം സാറിൻ്റെ തന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് വന്നോളൂ. ഓൾവേസ് ട്രസ്റ്റ് യുവർ കസ്റ്റമർ, യു ക്യാൻ ബിൽഡ് ആൻ എംപയർ. കാരണം ഇഷ്ടത്തോടെ എന്ത് ചെയ്താലും വർക്കാവും. അതാണ് എല്ലാത്തിൻ്റെ ഇത്. ഇപ്പം ഇന്ന് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫ്രഷ് ഹോമിൻ്റെ വാല്യുവേഷൻ ക്ലോസ് ടു 4,000 crores എന്തോ ആണ്. ആൻഡ് ദേ ആർ ഓൾസോ ട്രൈങ് ടു വെഞ്ചർ ഇൻ ടു യൂറോപ്യൻ മാർക്കറ്റ്. ഒരു മലയാളി ധീരുഭായ് അംബാനി ആവാൻ കൊതിച്ചിടുന്നൊരു മലയാളിയുടെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ കേട്ടത്. സോ ഇന്ന് അത്രേ ഉള്ളൂ.